പൂജാ ബമ്പറിന്റെ നറുക്കെടുപ്പ് നടന്നിരിക്കുന്നു. അത് ഒന്നാം സമ്മാനം അടിച്ച ലോട്ടറി വിറ്റ കട കൊല്ലം ജില്ലയിലെ ജയകുമാർ ലോട്ടറീസ് ആണ്. ആ ജയകുമാർ ലോട്ടറീസിൽ വിറ്റ JC 325226 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. പക്ഷേ ആരാണ് ആ ഭാഗ്യവാൻ? അതിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ ലോട്ടറി ഉടമകളും ലോട്ടറി ഏജന്റുമാരായിട്ടുള്ള അല്ലെങ്കിൽ ഉടമകളായിട്ടുള്ള ജയകുമാർ, അതുപോലെ തന്നെ വിജയകുമാർ അടക്കമുള്ള ആൾക്കാർ. കേരളത്തിലെ ആദ്യത്തെ ബമ്പർ വിൽക്കാൻ സാധിച്ച ഒരു ഏജൻസിയാണ് ഞങ്ങളുടേത്. അതുപോലെ തന്നെ ഇപ്പം BR 100ാമത്തെ ബമ്പറാണ് നടന്നത്. അതിലും ഒന്നാം സമ്മാനം നേടിയപ്പോൾ വളരെ സന്തോഷം. അതെ, ഒരു ലോട്ടറി ഏജന്റ് എന്ന നിലയിൽ നമുക്ക് പ്രൈസുകൾ വാങ്ങിക്കൊടുക്കുമ്പോഴാണല്ലോ നമ്മൾ ചെയ്യുന്ന തൊഴിലിന് ഒരു അർത്ഥം വരുന്നത്. ദിനേശ് എന്ന് പറയുന്ന റോഡിൽ ലോട്ടറി വിറ്റ് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ നിന്ന് ഈ ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കൊണ്ട് പോയത്. അദ്ദേഹം സ്ഥിരമായി ഈ ലോട്ടറി കടയിലേക്ക് വരുന്നയാളല്ല. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും ഇല്ല. അതുകൊണ്ട് തന്നെ ദിനേശിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരാണ്. ഇവിടുന്ന് ബമ്പർ അടിച്ച് വളരെ സന്തോഷമുണ്ട്. ഇനിയും കൂടുതൽ ആൾക്കാർ വന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വിശ്വസ്തതയാണ് നമുക്ക് ആൾക്കാരിലോട്ട് എത്തുന്നത്. 6,30,00,000 രൂപ ആണ് ഒന്നാം സമ്മാനമായി ലഭിക്കുന്ന വ്യക്തിക്ക്, ഒന്നാം സമ്മാനം നേടിയ വ്യക്തിക്ക് ലഭിക്കുക. ഒപ്പം തന്നെ ആ ലോട്ടറി വിറ്റ ഏജന്റ് ദിനേശ് എന്ന് പറയുന്ന ഏജന്റിന് ഏതാണ്ട് 1 കോടിയിൽ പരം രൂപ ലഭിക്കും. അതായത് അദ്ദേഹവും കോടീശ്വരനാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ആ കോടീശ്വരൻ അല്ലെങ്കിൽ കോടീശ്വരി അടിയന്തരമായി പുറത്തേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹമാണ് പങ്കുവെക്കുന്നത്. ക്യാമറമാൻ ഷാനവാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.